മോശ മുഖാന്തരം ന്യായപ്രമാണം തന്നത് യേശുക്രിസ്തു ആ നിയമത്തിന് വേണ്ടി മരിക്കാന്. അപ്പോൾ ഈ നിയമം വന്നിട്ടല്ലാതെ ക്രിസ്തുവിന് മരിപ്പാൻ കഴിയത്തില്ല. മോശ വരാതെ യേശുക്രിസ്തുവിനും വരാൻ കഴിയത്തില്ല. അപ്പോൾ മോശ മുഖാന്തരം ന്യായപ്രമാണം വന്നപ്പോൾ എല്ലാവർക്കും മനസ്സിലായി ഞങ്ങൾ പാപികളാണ്. ഞങ്ങളുടെ ഈ പ്രമാണം കൊണ്ട്, ഞങ്ങൾ ചെയ്യുന്ന ആചാരങ്ങൾ കൊണ്ട്, ഞങ്ങൾ ചെയ്യുന്ന മൃഗബലി കൊണ്ട് ഞങ്ങൾക്ക് രക്ഷ പ്രാപിപ്പാൻ കഴിയത്തില്ല എന്നൊരു കാര്യം മനസ്സിലായപ്പോൾ അവർ രക്ഷകനെ അന്വേഷിക്കണം. ഒരു രക്ഷകനെ ഞങ്ങൾക്ക് വേണം. ആർ ഞങ്ങളെ രക്ഷിക്കും? ഞങ്ങൾ ചെയ്യുന്ന ഒരു പ്രവൃത്തികളാലും ഞങ്ങൾക്ക് പാപമോചനം നേടുവാൻ കഴിയത്തില്ല. അതുകൊണ്ട് എന്നെ ആർ രക്ഷിക്കും? ആരെങ്കിലും സൗജന്യമായിട്ട് എന്നെ രക്ഷിക്കണം. അതിന് നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു ചെറിയ ഉപമയോടെ ഞാൻ പറയാം. നിങ്ങൾ ഒരാൾ നല്ലൊരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായിരുന്നു എന്ന് വിചാരിക്കുക. നിങ്ങൾ പെൻഷനായി. നിങ്ങൾ എന്താണ്, നിങ്ങൾക്ക് ആർക്കുമായിട്ടും കടമില്ല, ആർക്കും ഒന്നും കൊടുക്കാനില്ല. നിങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ എന്താണ് മനോഹരമായിരിക്കുന്ന അനുഭവത്തിൽ ജീവിക്കുന്നു. നിങ്ങൾ ഇതാ ചാരുകസയിൽ മലർന്നു കിടന്ന് AC ചെയ്ത റൂമില് TV ഒക്കെ കണ്ടിങ്ങനെ സന്തോഷിച്ചിരിക്കുകയാണ്. നിങ്ങൾ തന്നെ ഹൃദയത്തിൽ പറയുകയാണ്, ഞാൻ ആർക്കും ഒന്നും കൊടുക്കാനില്ല, ഞാൻ എന്താണ് ആർക്കും കടക്കാരനല്ല, ഞാൻ എത്ര സ്വതന്ത്രനാണ്, എന്റെ മക്കളൊക്കെ അനുഗ്രഹിക്കപ്പെട്ടവനാണ്, എത്ര സമാധാനം എന്ന് പറഞ്ഞ് നിങ്ങൾ കടക്കുമ്പോഴ് ഇതാ പോസ്റ്റ്മാൻ ഒരു രജിസ്റ്റേർഡ് ലെറ്റർ നിങ്ങൾക്ക് കൊണ്ടുതരികയാണ്. നിങ്ങൾ അത് തുറന്ന് വായിച്ചപ്പോഴെന്താണ്, ഗവൺമെന്റിന്റെ ഏകാധിപതിയാണെന്ന് വിചാരിക്കും. ഗവൺമെന്റ് നമ്മുടെ ഇത് എന്താണ്, ഇപ്പൊ നമ്മുടെ ഇന്ത്യ രാജ്യം എന്ന് പറഞ്ഞാൽ ജനാധിപത്യമാണ്. എന്നാൽ ഒരു ഏകാധിപതിയായിരിക്കുന്ന രാജ്യത്താണ് നിങ്ങൾ ജീവിക്കുന്നെങ്കിൽ ആ ഏകാധിപതിയായിരിക്കുന്ന ആ രാജാവ് നിങ്ങൾക്ക് ഒരു ലെറ്റർ അയച്ചിരിക്കുകയാണ്. നിങ്ങളുടെ വല്യപ്പന്റെ കാലത്ത് ഈ രാജ്യത്തുനിന്ന് 1000 കോടി രൂപ കടമെടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ മടക്കി തന്നില്ലെങ്കിൽ നിങ്ങൾ മരണശിക്ഷയ്ക്ക് യോഗ്യനാണെന്ന് എന്താണ് മാറ്റി കൂടാൻ വയ്യാത്ത ഒരു നിയമം നമ്മുടെ മുമ്പിൽ വരികയാണ്. പ്രിയപ്പെട്ട, നിങ്ങളുടെ സമാധാനം തീർന്നേ. നിങ്ങൾ വിചാരിച്ച ആകെ 4 കോടി രൂപയുള്ളായിരുന്നു. ഇതെല്ലാം കേട്ട് നിങ്ങൾക്ക് രാജാവാണെന്നാണ് വിചാരിച്ചിരുന്നത്. അയ്യോ, ഇതെന്താണ്, അപ്പീലില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് നിലവിളിയോടുകൂടി നിങ്ങളുടെ സ്വർണം വെക്കുന്നു, നിങ്ങളുടെ പറമ്പ് വെക്കുന്നു, വീട് വെക്കുന്നു. കൂട്ടുകാരുടെ കൂടെ എല്ലാം കടം മേടിച്ചിട്ടും പ്രിയപ്പെട്ടവരെ ആകെ കിട്ടിയത് 10 കോടി രൂപയാണ്. ബാക്കി 990 കോടി രൂപ ഞാൻ എങ്ങനെ അടയ്ക്കും? നിങ്ങൾ എന്താണ് മരണഭീതിയിലായിരിക്കുമ്പോൾ നിങ്ങൾ അന്വേഷിക്കുകയാണ് ആരെങ്കിലും, അതായത് എന്റെ സ്വന്തം കൊണ്ട്, എന്റെ സ്വന്തം സമ്പത്ത് കൊണ്ട്, എന്റെ ശക്തി കൊണ്ട് എനിക്ക് ഒരിക്കലും ഈ മരണത്തിൽ നിന്ന് രക്ഷ പ്രാപിക്കാൻ കഴിയത്തില്ല. ആരെങ്കിലും എന്നോട് ഇനി കരുണ ചെയ്തിട്ടല്ലാതെ എനിക്ക് എങ്ങനെ ഈ മരണത്തിൽ നിന്ന് രക്ഷ പ്രാപിക്കാൻ